ഭക്ഷണത്തോട് നമ്മൾ ഒരിക്കലും ഇത് കാണിക്കരുത്. പക്ഷെ ഞാൻ ഇത് ഒറ്റയ്ക്ക് നിന്നത്തില്ല. ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ ഞാനിത് ക്ഷമിച്ചു കൺവിൻസ് ആയെന്നായിരുന്നു. പക്ഷെ അല്ല. ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം ഇന്നും സംസാരിക്കാനുള്ളത് ബിഗ് ബോസിനെ കുറിച്ച് തന്നെയാണ് ഗൈസ്. നമ്മുടെ രേണു ചേച്ചിയെ കുറിച്ച് തന്നെയാണ് ഗൈസ്. അതായത് രേണു ചേച്ചിയുടെ കാര്യം സംസാരിക്കാൻ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആഴ്ച നമ്മുടെ ലാലേട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അക്ബറിന്റെ വിഷയം. ആള് നമ്മളെ ബിഗ് ബോസിനകത്താണെങ്കിലും പുറത്താണെങ്കിലും രേണു ചേച്ചി സ്നേഹിക്കുന്നവരാണെങ്കിലും സ്നേഹിക്കാത്തവരാണെങ്കിൽ പോലും വലിയ വിവാദത്തിലായ ഒരു വലിയ കാര്യമായിരുന്നു ആ ഒരു പേര് പരാമർശം എന്ന് പറഞ്ഞത്. അപ്പം അതിനെ ആസ്പദമാക്കിയിട്ട് ലാലേട്ടൻ അക്ബറിന് വലിയ ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് രേണു ചേച്ചി കൊണ്ട് നല്ലത് പറയിപ്പിക്കണം ഈ ഒരാഴ്ചക്കാലം. അതിന്റെ ഭാഗമായിട്ട് അക്ബർ കാണിച്ച രസകരമായ എന്നാൽ തന്നെ ചില രസകരമായ നാടകീയ രംഗങ്ങൾ രേണു ചേച്ചിയുടെ അല്ലെങ്കിൽ മനസ്സിൽ നിന്ന് സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് നല്ലത് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം പുള്ളി ചെയ്ത ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഗൈസ്. അപ്പൊ ഇന്നത്തെ ലൈവ് ഇന്നലെ വൈകിട്ട് വന്ന എപ്പിസോഡൊക്കെ ചിലവർ കണ്ടിട്ടുണ്ടായിരിക്കും. കണ്ടെന്ന് കരുതി സ്കിപ്പ് ചെയ്ത് പോകരുത്. എന്നാലും എനിക്ക് പറയാനുള്ളതും കൂടി എന്നെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ കേൾക്കുക. അപ്പം അതിനേക്കാൾ ഉപരി ഞാൻ ആദ്യം ഒരു കാര്യം പറയാം. രേണു ചേച്ചി അതായത് അവിടെ നിൽക്കുന്ന ഒരു 19 മത്സരാർത്ഥികളെക്കാട്ടിലും വളരെയധികം വീക്കോടെയാണ് രേണു ചേച്ചി നിൽക്കുന്നതെന്നൊക്കെ അറിയാം. നമ്മൾ കളി കൊണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് കൂടുതൽ മനസ്സിലാക്കുന്ന രീതിയിൽ രേണു ചേച്ചി ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കാണാറുണ്ട്. രേണു ചേച്ചി കുഞ്ഞിനെ ഓർത്ത് കിടന്ന് കരയുന്നതും. എന്നാലും നമ്മൾ ആലോചിക്കുക, ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് പേര് സ്വപ്നം കാണുന്ന ഒരു വേദി വന്നിട്ട് പ്രതിസന്ധികളെ ലാലേട്ടൻ പറയുന്നത് നമുക്കറിയാം. പ്രതിസന്ധികളെ മറികടക്കാൻ ഇഷ്ടപ്പെടുന്നവര് അല്ലെങ്കിൽ അവിടെ നടക്കുന്ന കാര്യങ്ങളെ മറികടന്ന് മുന്നോട്ട് പോവാൻ താല്പര്യമുള്ളവര് അങ്ങനെയുള്ളവരാണ് ഇങ്ങോട്ട് വരേണ്ടത്. അതിനെക്കുറിച്ച് ആത്മാർത്ഥമായി ചിന്തിച്ച് വേണം വരാൻ. വന്നു കഴിഞ്ഞാൽ അങ്ങനെ നിൽക്കാനും കൂടെ പഠിക്കണം എന്നുള്ള കാര്യം. പക്ഷെ അവർ വന്നപ്പോൾ തൊട്ട് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ടേ ഇന്നലെ ബിന്നിയുമായിട്ടൊരു സംഭാഷണം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. രേണു ചേച്ചി വളരെയധികം ടയേർഡാണ്, എനിക്കങ്ങ് പോയാൽ മതി, ഒരു കട്ടൻ ചായ ഉള്ളത് കൊണ്ട് ഞാൻ നിൽക്കുന്നത് എന്നൊക്കെ വളരെയധികം ആ ഷോയോട് എനിക്ക് കണ്ടിട്ട് തോന്നിയത്. രേണു ചേച്ചി അങ്ങനെ ഭയങ്കര പ്രശ്നമുള്ളതായിട്ടും തോന്നില്ല. കാരണം നമ്മുടെ അനീഷിനോടായാലും പറയേണ്ട കാര്യങ്ങൾ വളരെയധികം ഉച്ചത്തിൽ കഴിഞ്ഞ ആഴ്ച 1-2 അടിയൊക്കെ കഴിഞ്ഞാണ്. മിക്കപ്പോഴും അവരുടെ വാക്പോര് നടക്കുന്നുണ്ട്. അപ്പൊ അതിനൊന്നും ഞാൻ വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല, അറിയില്ല. അനേകായിരം ആൾക്കാർ സപ്പോർട്ട് ചെയ്യാനുണ്ട്. അതുകൊണ്ട് പിന്നെ എനിക്ക് എന്താണ് പോയാൽ എന്താ പോത്തില്ല. അപ്പൊ അതിന്റെ പേരിൽ ചെറിയൊരു അഹന്തയുടെ ഭാഗമായിട്ടാണോ അങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം വലിയ പ്രശ്നമുള്ളവർക്കൊന്നും കാണുന്നില്ല. അപ്പൊ എന്താ ആ ഒരു ബൈറ്റ് ഞാനോട്ട് വെച്ചിട്ട് ബാക്കി സംസാരിക്കാം. ഇങ്ങനെയല്ല പ്രേക്ഷകർക്ക് കാണണ്ട. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വയ്യടായി. അങ്ങനെ കുറെ ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. വയ്യ ടോട്ടലി. എനിക്ക് എന്റെ ഹെൽത്ത് ഒക്കെ അല്ല. ഞാൻ ഗൈസ് അന്നേരം ഇങ്ങനെ ഒരു ചിന്താഗതിയാണ് രേണു ചേച്ചിക്ക്. എനിക്കറിയത്തില്ല, വോട്ട് കൊടുക്കുന്നവരെ പോലും മടുപ്പിക്കുന്ന രീതിയിലാണ് അവരുടെ ഈ ഒരു രീതി. എന്നാലും മുന്നോട്ട് കളിച്ചു വരുമെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇനി അക്ബറിന്റെ വിഷയത്തിലേക്ക് വരാം. അതിനു മുമ്പ് നമ്മുടെ ശാരിക ചേച്ചി രേണുമായിട്ടുള്ള സംഭാഷണമുണ്ട്. അതായത് പുറത്തു നിന്ന് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് രേണു വളരെ സ്ട്രോങ് ആയിട്ട് ഇവിടെ കളിക്കണം. അതൊരു ചർച്ച വിഷയമായ കാര്യമാണ്. അതുകൊണ്ട് രേണുവിനെ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ എടുക്കണം. ഒരുപാട് കാര്യങ്ങൾ രേണു മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഉറപ്പായിട്ടും നമ്മളൊക്കെ ചിന്തിക്കുന്ന വളരെയധികം കാര്യങ്ങൾ ശാരിക പറഞ്ഞ് മനസ്സിലാക്കുന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് നമ്മുടെ അക്ബറിന്റെ നാടകം വരുന്നത്. അത് 2 നാടകമുണ്ട്. ഒന്നെന്ന് പറഞ്ഞത് അക്ബറിന്റെ ഒരു വലിയ ഗാനം ആലപിച്ചുകൊണ്ട് രേണു ചേച്ചിയുടെ അടുത്ത് ഞാൻ തിരിച്ച് മീശമാധവനാഥത്തെ പാട്ടൊക്കെ പാടിയിട്ട് അക്ബറിനെ കളിയാക്കുന്ന രീതിയിലുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ക്ലിപ്പ് ഞാൻ വയ്ക്കാവേ. ഒരുപാട് പ്രായമായിട്ടുള്ള കണ്ണ് കാണാത്ത ഒരാളെ പ്രേമിക്കുന്ന പോലെ ആ കണ്ണടന്ന് മാറ്റുമോ? രേണുവിന്റെ മുഖത്താണ് കുറച്ചുകൂടി ജോൺ സമാഷിന്റെ ഒരു കാലഘട്ടം. ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ ഒരിക്കലും എന്താണ് പറഞ്ഞത്, ഇത് തന്നെ രേണു ചേച്ചിയെ കളിയാക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ആക്ച്വലി എന്താണ് പറഞ്ഞത്, അങ്ങേയറ്റം ഭയങ്കരമായിട്ടുള്ള കാര്യം. കാരണം അതിനു മുമ്പ് തന്നെ കിച്ചണി ഒരു വലിയ വഴക്ക് നടന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഷാനവാസും ഒനീലുമായിട്ട് അതിനു മുമ്പ് തന്നെ ഭയങ്കരമായിട്ടൊരു വഴക്ക് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അക്ബർ ആണെങ്കിൽ വീണ്ടും ഒരു വാക്ക് പറഞ്ഞെന്ന് പറഞ്ഞ് ബിഗ് ബോസിനോട് ഇവർ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതിലൊന്നും ഒരു രീതിയിലും ഒരു പാട്ടുപാടി അവരുടെ മുമ്പിൽ ആ ഒരു കാര്യത്തിന് ക്ഷമ അഭ്യർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ രേണു ചേച്ചി കളിയാക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അതിനുശേഷം പിന്നെ വീണ്ടും ആയിരുന്നു ഒരു ഹാർട്ട് ഷേപ്പുള്ള ഒരു ചപ്പാത്തിയൊക്കെ പരത്തിക്കൊണ്ട് എന്റെ ഹൃദയമാണ് രേണു ചേച്ചിക്ക് എന്നെ സമർപ്പിക്കുന്നു, ഇത് കഴിക്കണോന്നൊക്കെ പറഞ്ഞു. കാരണം അവൻ വളരെ പുച്ഛത്തോടെ എന്നെ കാണുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താണ് പറഞ്ഞ ആ ഒരു വാക്ക് പറഞ്ഞിട്ട് ഇതിലും മാന്യമായ എന്തെങ്കിലും കാര്യം ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. ഇതിലും മാന്യമാണ് മാപ്പ് പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു. നേരെ മുമ്പിൽ ചെന്നിട്ട് മാപ്പ് തരണം ചേച്ചി എന്ന് പറഞ്ഞ് ഇതിലും നന്നായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ ശാരിക ഉൾപ്പെടെ പല ആൾക്കാരെ രേണു ചേച്ചി കൺവിൻസ് ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. എന്തൊക്കെയാന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളിൽ അവർ വളരെ സ്ട്രോങ് ആയിട്ട് തീരുമാനം എടുക്കുന്നുണ്ട്. ആ ഒരു ചപ്പാത്തി കഴിച്ചുകൊണ്ടിരിക്കുമ്പം രേണു ചേച്ചി പറയുന്ന 1-2 കാര്യം കണ്ടിട്ട് ബാക്കി വരാവേ. രേണു ചേച്ചിയോട് ക്ഷമ ചോദിക്കാനുള്ള ഒരു മാർഗ്ഗമാണ് പുള്ളിക്കാരത്തിയോട് ലാലേട്ടൻ ഓൾറെഡി പറഞ്ഞിട്ട് കൺവിൻസ് ചെയ്യിക്കാനായിട്ട്. ചേച്ചി ഇതിൽ വീഴുമായിരിക്കും.
ഇത് കാണിക്കരുത്, പക്ഷെ ഞാൻ ഇത് ഒറ്റയ്ക്ക് നിന്നത്തില്ല. ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ ഞാനിത് ക്ഷമിച്ചു കൺവിൻസ് ആയെന്നായിരുന്നു. പക്ഷെ അല്ല, ഭക്ഷണത്തോട് ഒരിക്കലും ഞാൻ ഇത് കാണിക്കില്ല. എല്ലാവർക്കും ഇത്രയും ഇതൊക്കെയായിരുന്നു ഇന്നലെ അവിടെ അരങ്ങേറിയ ചില നാടകീയ രംഗങ്ങൾ എന്ന് പറഞ്ഞത്. അക്ബർ ഇതിൽ രണ്ടിലും അക്ബർ പാളിപ്പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. രേണു ചേച്ചി വളരെയധികം അവനവന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ അവര് അതിൽ തന്നെ നിൽക്കുമെന്ന് തന്നെ എനിക്ക് തോന്നുന്നു. കാരണം അവരെടുത്ത ആ തീരുമാനം വളരെ നന്നായിട്ട് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അങ്ങേയറ്റ അത്രയ്ക്ക് വിമർശനമായ കാര്യമായിരുന്നു അത്. അങ്ങനെ നമ്മളെല്ലാവരും ഒരുപോലെ ചർച്ച ചെയ്ത കാര്യം. അപ്പം അതിന് നമ്മൾ എന്താ പറയുക, ഒരു ചപ്പാത്തി ഉണ്ടാക്കി തന്ന അല്ലെങ്കിൽ ഒരു പാട്ടുപാടി പുറകെ വന്നു കഴിഞ്ഞാൽ ആ ഒരു കാര്യം ക്ഷമിക്കാൻ തക്കവണ്ണം ഒരു മനസാക്ഷിയുള്ള വ്യക്തിയാണെങ്കിൽ അവർ കൊടുക്കുന്നവരോട് അവർ ചെയ്യുന്നൊരു നീതികേടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്നിരുന്നാലും അടുത്ത ആഴ്ച ലാലേട്ടൻ വരുമ്പോൾ നോക്കാം. ഈ രണ്ട് കാര്യത്തിൽ രേണു ചേച്ചി ഉറപ്പായിട്ടും ക്ഷമിക്കത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ അക്ബറിന് ശിക്ഷ കിട്ടുമോ, അല്ലെങ്കിൽ ഇനിയിപ്പോ ബാക്കി ഉണ്ടല്ലോ, ഇനിയിപ്പോ ഇന്ന് ബുധനാഴ്ച ആയിട്ടുണ്ട്. അപ്പം ബാക്കി അങ്ങോട്ട് 2-3 ദിവസങ്ങളുണ്ട്. അക്ബർ എന്തൊക്കെ ചെയ്യും നമുക്ക് അറിയത്തില്ല. നേരം പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം.